ഓക്കെ, എല്ലാരും ഒന്ന് ഈലൊന്ന് ശ്രദ്ധിക്കണേ. നേരത്തെ അയാള് അതിലുണ്ടെങ്കിലും ഒന്ന് അടങ്ങിയൊക്കെ പിന്നെ ഹലോ ഹലോ ഹലോ, ഇവിടെ ഇരിക്കുന്ന ആൾക്കാരോട് അടങ്ങി നിൽക്കാനോ എടുക്കാനോ നിങ്ങൾ പറയണ്ട. ഓക്കെ, ഒന്ന് അടങ്ങിയേക്കട്ടോ. കൈ കെട്ടി വെക്ക്. ഇങ്ങനെ ഒന്നും വെക്കണ്ട, ഇങ്ങനെ കെട്ടി വെക്ക്. ആ ഞാനാണല്ലേ, അതുകൊണ്ട് എനക്ക് പ്രശ്നമില്ലല്ലോ. കോയ താങ്ക് യു സോ മച്ച് ഗൈസ്. 4 minutes 26 seconds ടാ. മാക്സിമം ഡബിൾ ടാപ്പ് ചെയ്യടാ. 200 ആൾക്കാരില്ലേടാ. ടാപ്പിംഗ് ചെയ്യടോ. ടാപ്പിൽ തന്നെ ഒരു 100 സ്കോർ കയറും. എല്ലാരും ഒന്ന് ശ്രദ്ധിക്കട്ടെ, എല്ലാരും ഒന്ന് ശ്രദ്ധിക്കുക. വിട്ടോടുക്കല്ല, വിട്ടോടുക്കറ കാരണവശാലും വിട്ടോടുക്കട്ടെ. വിട്ട് തരാ അങ്ങട്. നൗഫലിക്ക എന്നെ നെറ്റ് കട്ടാവുന്നുണ്ടോ നൗഫലിക്ക? എന്റെ നെറ്റ് ഒന്നും കട്ടാന്നില്ല. ഇനി ഐഡിയ ഈ കളി ഞാൻ ജയിക്കും നിങ്ങൾക്ക് തിരിഞ്ഞിക്ക്. ഇപ്പൊ മുങ്ങന്റെ പരിപാടി അല്ലേ? ഈ കളി നിങ്ങൾ ജയിക്കോ? മറ്റേ ആള് ആടുന്ന് പോയിക്കൊണ്ടേ ജയിക്കും. 1200 എന്നിട്ട് ഒരു മത്സരം 1.2K ആള് ഇവിടെ ഉണ്ട്. എന്നിട്ട് ആരും ലേക്ക് അടിക്കുന്നില്ല. എല്ലാരും ഇങ്ങനെ മാമാദം നോക്കിയേക്കുന്ന മാമാദം. ഈ ഒരു ഭക്ഷണത്തിന്റെ കൂടെ എനിക്ക് തോന്നുന്നു തള്ളു പറയാനുള്ള എന്തെങ്കിലും കഴിച്ചിട്ട് ആൾക്കാരോട് ഇവിടെ വരുമ്പോ പറ, എന്നിട്ട് നോക്കുമ്പോ പറ. എന്റെ ആൾക്കാരെ അങ്ങോട്ട് വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാ പിന്നെ ഇനി ഓലോട് വന്ന് നോക്കുമ്പോ പറ എത്ര ആളുണ്ടെന്ന് ചോദിക്കും. 344 ആൾക്കാരല്ലേ, എന്നിട്ടാണ് ഈ തള്ളിന്ന് തള്ളിക്കൊണ്ടിരിക്കുന്നത്. 344 ആൾക്കാർ കാണണം. നമുക്ക് നോവലിക്ക് ഉടനെ പറയും 1.2K ആൾക്കാരുണ്ട്. വർഷാന എന്നെ മറന്നു ആ സ്നേഹ ജോവൽ ഊർമി നോക്ക്. ഞാൻ പറഞ്ഞ എന്റെ പേര് വായിക്കണ്ട, എന്റെ മെസ്സേജ് മാത്രം വായിച്ചാൽ മതി. ഓക്കെ, എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം പ്ലീസ്. ഓപ്പൺ ആണെങ്കിൽ 20 സ്കോർ വേണം. സലീം താങ്ക് യു സോ മച്ച്. റഫീഖ താങ്ക് യു സോ മച്ച്. സാലി സഫ ഷാനു താങ്ക് യു. എങ്ങനെങ്കിലും ഒന്ന് ഇതാക്കണോ, ഒന്ന് എങ്ങനെങ്കിലും നമ്മള് രക്ഷപ്പെടണേ. ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ ഡീപി കാണുന്നുണ്ടെങ്കിൽ ഇവിടെ ആളില്ല. താങ്ക് യു പീസ് ബ്രോ. അല്ല പീസ് താങ്ക് യു. എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇതില് ട്രിപ്പിൾ ഒന്ന് കാറ്റണേ. ട്രിപ്പിള് എങ്ങനെങ്കിലും മാക്സിമം ഈ ഒരു ട്രിപ്പിൾ. പിന്നെ ഇങ്ങോട്ട് ഇരുന്ന് കിട്ടാം. ബേക്കോട്ടിരിക്കും. ലാസ്റ്റ് 20 സെക്കൻഡ്. ഇവിടെ ആരും കേടാ. താങ്ക് യു പീസ് താങ്ക് യു. ബൈല കൊച്ച വന്ന ബൈലുണ്ടാകുന്ന കൊച്ചല്ല, അതാ വന്ന ഇപ്പൊ ഇതിൽ ഇങ്ങനെ ആക്കിട്ട് പീസ് വിട്ട. ശ്രദ്ധിക്കണോന്നേ, ശ്രദ്ധിക്കണേ. ഇത്തിരി തോറ്റാലും നാണക്കടായി പോകും. താങ്ക് യു ബ്രോ താങ്ക് യു. അതരാ ഷാഡോ താങ്ക് യു ബ്രോ താങ്ക് യു. മേറോ ഇനി കുറച്ചങ്ങോട്ട് എന്നാ അതാണ് ഇതെന്താ ഇനിയും പോയല്ലോ. സാധനം കയ്യിൽ നിന്ന് പോയി. സാധനം കയ്യിൽ നോക്കട്ടെ. പാന്റ് ഊരി പോകരുത്. ഇവിടെ ആൾക്കാരുള്ളതാ, മനസ്സിലായല്ലോ. ഒച്ചെടുക്കട്ടെ, ഇവിടെ തന്നെ ഇരിക്കട്ടെ. ചത്ത പോലെ തന്നെ ഇരിക്കട്ടെ. ഞാൻ ജയിച്ചു എന്ന് കണ്ടപ്പോഴത്തേക്ക് ജയിക്കണതിന് മുന്നേ കുറച്ച് സ്കോർ ഒന്നപ്പോ അങ്ങോട്ട് എഴുന്നേറ്റ് അങ്ങോട്ട് നിന്ന് ജയിച്ചു എന്നുള്ള മട്ടില്. എന്നാലും മയക്കില്ല, ഇനി പേടിച്ചേക്കല്ലോ. പീസേ താങ്ക് യു ഒരുപാട്. ഒന്ന് പേടിപ്പിച്ചിക്കല്ലോ അമ്മായി. പീസു അതുപോലെ തന്നെ ഷാഡോ എല്ലാരും താങ്ക് യു. ഇനി കൈ അടിക്കാവോ? ഇഞ്ച കാല് ഇനി മറ്റേ ഗിഫ്റ്റ് അടിച്ചോണ്ടിരിക്കണത് എന്നെ കൊണ്ട് പറയിപ്പിക്കില്ല കേട്ടല്ലോ. ഫോൺ എടുത്തോ. പാഞ്ചായാലും ഇഞ്ഞ് നിന്നോന്നുണ്ടല്ലോ കറക്റ്റ്. അത് മാത്രം വരുന്നത് പാഞ്ചാരം ഞാൻ മാനത്തൂട് വന്നിട്ട് പൊട്ടി വളച്ചിട്ട് അടിച്ചതാ. അത് 30 ആക്കോ പറഞ്ഞായിരിക്കല്ലേ ഇങ്ങനെ ആക്കുന്ന എനിക്കറിയാം. ഞാൻ ആക്കിയാലും എനിക്കിവിടെ സ്കോർ വന്നോ?
ഞാൻ ജയിക്കോ നിങ്ങൾ പണിഷ്മെന്റ് എടുക്കും, അത്രേ ഉള്ളൂ. ഇനി എന്തിനാക്കുന്ന ഞാൻ ചോദിക്കുന്നത്. ഞാൻ ചിലപ്പോ സെൽഫ് അടിക്കും. എന്തേ ഇവിടെ ഇരിക്കുന്ന ഈ ഐഡിയ ഒക്കെ എന്റെ സെൽഫാ. ഏ ഏ താങ്ക് യു സോ മച്ച് ഡേവിഡ് ജോൺ. താങ്ക് യു സോ മച്ച് ഡേവിഡ് ജോണിന്റെ കയ്യിൽ ഒരു മിസ്റ്റ് ഉണ്ട്. സ്നേഹ കയ്യിലൊരു ബൂസ്റ്റർ ഉണ്ട്. റഫീഖ നിങ്ങളുടെ കയ്യിലും ബൂസ്റ്റർ ഉണ്ട്. തലപതി താങ്ക് യു സോ മച്ച്. നജ്മു താങ്ക് യു. ഷബീർ കോയ സാലിം ആഡിയോ അടിച്ചിട്ടുണ്ട്. ആദ്യം വായിക്കുന്ന പേര് താങ്ക് യു. NH താങ്ക് യു. ചായ താങ്ക് യു. മുസ്തു താങ്ക് യു. അക്ബർ അലി. ഞാൻ എന്റെ സ്കോർ പുകട്ടിട്ട് വാങ്ങിക്കല ചെയ്യാൻ പോകും. എന്തിനാണ് സ്കോർ കളയുന്നേ? ഇഞ്ഞെന്തിനാ എന്റെ പുകട്ടിട്ട് വാങ്ങിച്ചാ ചെയ്യാൻ പോകും. പോകിട്ട് അത് മിസ്റ്റാണ് ഇട്ടത്, പോകുകയെന്നും അല്ലത്. ഞാനും മിസ് കോൾ കിട്ടിയ ഓക്കെ. ഞാനും മിസ് കോൾ കിട്ടിയ ഓക്കെ. ഇനി മാത്രം മിസ് കോൾ ഉണ്ട്. ഞാൻ മിസ് കോൾ ഇട്ട് നിഞ്ച ഇതല്ലേ മിസ് കോൾ അല്ല, ഞാൻ മിസ് കോൾ. എടോ മിസ്റ്റ് 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 സ്കോർ മായ്ക്കുന്ന മിസ്റ്റ്. ബിറ്റൊന്നും ഇല്ല, ഒരു ബിറ്റും ഇല്ല ഓക്കെ. ഇഞ്ച ബിറ്റൊന്നും ഇവിടെ വേണ്ട ഓക്കെ. ബിറ്റൊന്നും ഇല്ല ഓക്കെ, ഒരു ബിറ്റും ഇല്ല ഓക്കെ. ഞാൻ സ്കോർ വായിച്ചാൽ ഞാൻ ബൂസ്റ്റർ എന്താണെന്നറിയോ? ചായയിൽ കലക്കി കുടിക്കുന്ന ബൂസ്റ്റർ അല്ല, ടിക്ടോക്കിന്റെ ബൂസ്റ്റർ എന്താണെന്നറിയോ? അറിയോ? ഇടാൻ ബൂസ്റ്റർ ഉണ്ടോ ബൂസ്റ്റർ ഉണ്ടോ നടക്കി ചോദിക്കാറുണ്ടല്ലോ, അറിയോ? ഗെയിം എടുക്കുന്നു. ആരോട്ടൊക്കെയുണ്ട് ഗെയിം എടുക്ക്. എടുത്തിട്ട് വന്നാണെങ്കിൽ ഇറക്കി കിട്ടോട്ടാ. അയാളോട് മിസ് ഇട്ടെന്ന് പറഞ്ഞപ്പോ അയാൾ പറഞ്ഞ മിസ് കോൾ ഒന്നും ഇവിടെ പറ്റില്ല. സാധനം ഏതെങ്കിലും ഒരു പെണ്ണിന്റെ DP ആണ് വന്ന് റിക്വസ്റ്റ് അയക്കണമെങ്കിൽ ഉടനെ ചാടിക്കേറി എടുക്കും. ഹലോ റോങ് നമ്പർ. സോറി റോങ് നമ്പർ. SNEHA അതിന് ഇത്രയല്ല. സ്നേഹ സ്നേഹ SNEHA സ്നേഹ. എടുത്തെങ്കിൽ ഓൻ എന്റെ സ്പെല്ലിംഗ് വായിക്കണേ. Suneha, how are you? സ്നേഹ. I am good. How are you? I'm good. Where are you from? I'm from India. കമന്റ് വായിച്ചല്ല. You're from? Where are you from India? Yeah, I'm from India. I'm from Afghanistan. Afghanistan. ഇറക്കി വിട്ടിട്ടോ, ഞാൻ ഇറങ്ങോട്ടെ. എനിക്ക് ഇറക്കി വിടാനുള്ള വഴി പോലും ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ പോവാ. Why are you crazy? പണിഷ്മെന്റ് എടുക്കാതെ എനിക്ക് മനസ്സിലായി. താൻ പണിഷ്മെന്റ് എടുക്കാതെ ഉണ്ടായിപ്പാണ് ഇവർ രണ്ടുപേരും എടുത്തത്. ഞാൻ ഇറങ്ങോട്ടെ. ഇനി തന്നോട് ഞാൻ ഇറങ്ങുവാ. ഹലോ ഇല്ലേ, അതിലും വലിയ ഉടായ്പ ഞാൻ കാണിക്കും കേട്ടല്ലോ. പണിഷ്മെന്റ് അതെ. ഓക്കെ, ടിക്ടോക്കില് ഗിഫ്റ്റ് 1000 കോയിന്റെ ഗിഫ്റ്റ് ഇടുമ്പോ അത് 5 ഇരട്ടിയായിട്ട് വർദ്ധിക്കുന്ന ബൂസ്റ്ററിനെ കുറിച്ച് അറിയോ? അറിയില്ല. പിന്നെ ബൂസ്റ്റർ ഉണ്ടോ ബൂസ്റ്റർ ആണോ ചോദിക്കണേ ഇടക്കിടക്ക്. അതെല്ലാരും ചോദിക്കുന്ന അതുപോലെ ഞാൻ ചോദിച്ചാലും താനും ചോദിക്കും. ഇനിയിപ്പോ എന്ത് ചോദിച്ചാലും ഞാൻ ചോദിക്കും. ഈ ബൂസ്റ്റ് എന്ന് പറഞ്ഞാല് ടിക്ടോക്കിൽ ഏറ്റവും കൂടുതൽ ഗിഫ്റ്റ് നമുക്ക് ലൈവിൽ സെൻഡ് ചെയ്യുന്ന ആൾക്ക് കിട്ടുന്ന ഒരു സാധനമാണ് ബൂസ്റ്റ്. അതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ഗെയിം അവസാനിക്കുന്നതിന് 20 സെക്കൻഡ്സ് 20 സെക്കൻഡിന് മുന്നേ ആ ബൂസ്റ്റ് ഇട്ടിട്ട് ആ ബൂസ്റ്റർ ക്ലിക്ക് ചെയ്ത് ഗിഫ്റ്റ് അടിക്കുവാണെങ്കിൽ ഇപ്പൊ ഒരു ഹാർട്ടാണ്, ഒരു 100ന്റെ ഹാർട്ടാണ് ഇടുന്നതെങ്കിൽ അത് 5 ആവും. അതായത് 100 അടിച്ചു കഴിഞ്ഞാൽ 500 കയറും. അതാണ് ബൂസ്റ്റ്. മനസ്സിലായോ? അതറിയാണ്ടാണോ ബൂസ്റ്റർ ഉണ്ടോ ചോദിച്ചോണ്ടിരിക്കണ ഇടക്കിടക്ക്. വല്ലാത്ത ജാതി. ഓക്കെ, ഇനി മിസ്റ്റ് എന്താണെന്നറിയാവോ? മിസ് കോൾ അല്ല, മിസ്റ്റ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ലാസ്റ്റ് സെക്കൻഡില് സ്നൈപ്പ് ചെയ്യും അല്ലെ, ജയിക്കാൻ വേണ്ടിട്ട് സ്നൈപ്പ് ചെയ്യും. അപ്പൊ ഇപ്പഴത്തെ കാണാതിരിക്കാനായിട്ട് ഹലോ പഠിക്കാനൊന്നും സമയമില്ല. പണിഷ്മെന്റ് എടുക്കണം. ഇങ്ങോട്ട് വന്നേ ഉടായ്പ എടുക്കണം. വാ ഇങ്ങോട്ട് എടുത്തിട്ട് വാ, പണിഷ്മെന്റ് എടുക്കാം. ഞാനൊന്നും പഠിപ്പിക്കുന്നില്ല, ഇങ്ങോട്ട് വാ. പണിഷ്മെന്റ് എടുക്കാൻ മുങ്ങിയപ്പാ. ചുരുക്കി പറഞ്ഞുതരാം.
മിസ് കോൾ അല്ല. ഓക്കെ, മിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ആൾക്കാർ സ്നൈപ്പ് ചെയ്യും ജയിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആള് അല്ലെങ്കിൽ ഇപ്പുറത്തും ഇരിക്കുന്ന ആള് തന്റെ ഇവിടെ എത്ര സ്കോർ വന്നെന്ന് കാണിക്കാതിരിക്കാനായിട്ട് ചിലപ്പോൾ 5 സെക്കൻഡിലോ അല്ലെങ്കിൽ 10 സെക്കൻഡിലോ ഇടുന്ന സാധനമാണ് മിസ്റ്റ്. ഓക്കെ, മിസ് കോൾ അല്ല. ഓക്കെ, ആ സാധനം മിസ്റ്റ്. അത് മിസ്റ്റ്. പിന്നെ ഒരു ഹാമർ ഉണ്ട്, അതെന്നറിയാവോ? ഓപ്പോസിറ്റ് ബൂസ്റ്റ് ഇടുമ്പോ ഈ ഹാമർ നമ്മൾ അപ്പുറത്തേക്ക് പ്ലേ ചെയ്യുവാണെങ്കിൽ അവിടെ ബൂസ്റ്റിൽ നമ്മൾ പറഞ്ഞില്ല 100ന്റെ ഹാർട്ട് ഇടുമ്പോൾ 500 ആവുന്നു. അത് 100ന്റെ ഹാർട്ടോ എന്ത് ഗിഫ്റ്റ് ഇട്ടാലും അത് ഇരട്ടി ആകാതിരിക്കാനായിട്ട് ആ ബൂസ്റ്ററിനെ തല്ലിക്കൊല്ലുന്ന സാധനമാണ് ഹാമർ. മനസ്സിലായോ? ഓക്കെ, അപ്പൊ കൊറേ ഫ്ലവർ വരുന്നുണ്ടല്ലോ. അപ്പൊ അതില് വിവിധ തരം ഉണ്ടല്ലോ. ഈത്തപ്പഴം വരുന്നുണ്ട്, ഐസ്ക്രീം വരുന്നുണ്ട്, അതെല്ലാം എന്നാ? ഒരു കോയിന്റെ ഈത്തപ്പഴം വരും. ഇനി ഇത് പറഞ്ഞിട്ട് അതിന് നിർത്തണ്ടോ? എന്തായാലും ക്ലാസ് തുടങ്ങി. എന്ത് ഗിഫ്റ്റ് ആണെങ്കിലും അത് ബൂസ്റ്റർ ഗിഫ്റ്റ് ചെയ്യുമ്പോൾ ഒരു പോയിന്റിന്റെ ഒരു ഈത്തപ്പഴമാണ് ഞാൻ അടിക്കണമെങ്കിൽ അവിടെ 5 ഈത്തപ്പഴത്തിന്റെ സ്കോർ വരും. മനസ്സിലായ? പക്ഷേ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആള് അത് അവിടെ 5 ഇരട്ടിയായിട്ട് കയറാതിരിക്കാനായിട്ട് ഹാമർ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, ഒരു ചുറ്റിക പോലത്തെ സാധനം, തലക്ക് ഇങ്ങനെ റൗണ്ട് മഞ്ഞ കളറിലുണ്ട്. അത് അടിക്കുവാണെങ്കിൽ ആ ബൂസ്റ്റർ വർക്ക് ചെയ്യൂല. അപ്പോ താനിടുന്ന ഈന്തപ്പഴം 1 ആയിട്ട് തന്നെ നിൽക്കും, 5 ഇരട്ടി ആകൂല. മനസ്സിലായ? മനസ്സിലായി. ഈത്തപ്പഴം ആണേലും ലെയർ ആണേലും എന്താണേലും ഓക്കെ, എല്ലാ ഗിഫ്റ്റും അങ്ങനെ തന്നെ 5 ഇരട്ടിയാവും. ബൂസ്റ്റർ 5 ഇരട്ടി കിട്ടും, നമ്മൾ ജയിക്കും പെട്ടെന്ന്. ഇതൊന്നും അറിയാണ്ടാണോ ബൂസ്റ്റർ ഉണ്ടോ ചോദിക്കുന്നതാണ്? അതിപ്പോ എല്ലാരും കളി ചോദിക്കുന്നുണ്ട്. ബൂസ്റ്റർ ഉണ്ടെങ്കിൽ ആരെങ്കിലും എന്റെ കയ്യിലുണ്ട് ഓരോരുത്തരുടെ പേരും പറയുന്നല്ലോ. അതെങ്ങനെയാ തിരിയുന്നത്? VIP ആയിട്ടുള്ള 3 ആൾക്കാർക്ക് കിട്ടും ഈ സാധനം, ബൂസ്റ്റും മിസ്റ്റും ഹാമറും ഒക്കെ. അപ്പൊ അവർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അവർ അടുത്ത ഗെയിമിൽ അവർ പ്ലേ ചെയ്യും. അപ്പൊ അവർ ആ സമയത്ത് ഇവിടെ ഉണ്ടാവുകയാണെങ്കിൽ അവരിടും, ഇല്ലെങ്കിൽ ഉണ്ടോ ആളുടെ കയ്യിൽ, അങ്ങനെയാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇതൊന്നും അറിയാണ്ട് താൻ എന്തിട്ടാണ് ഈ ബൂസ്റ്റർ ഉണ്ടോ ചോദിക്കണത്? ബൂസ്റ്റർ ഉണ്ടോന്ന് ചോദിക്കുമ്പോ ചില ആള് കമന്റ് ചെയ്യുന്നുണ്ടല്ലോ, ബൂസ്റ്റർ ഇല്ല ഓർലിക്സ് ആണുള്ളത്. അതെന്നാ സംഭവം? എനിക്ക് ഇത്രേ പറയാനുള്ളൂ. എനിക്ക് ഇനിയുള്ള ഉത്തരങ്ങൾ അറിയില്ല. ഓക്കെ, പണിഷ്മെന്റ് സംസാരിച്ചു വെക്കുന്നയാൾ ഒരുമാതിരി ഉളക്കമേലെ ചോദ്യങ്ങൾ ചോദിച്ചോണ്ടിരിക്കും, എനിക്ക് ഉത്തരം ഉണ്ടാവില്ല. പണിഷ്മെന്റ്, ഒന്നാമത്തെ പണിഷ്മെന്റ് ഹലോ, എന്റെ തല പേനൊന്നുമില്ല. ഒന്നാമത്തെ പണിഷ്മെന്റ് നിലത്തിരിക്കുക, എഴുന്നേക്ക, ക്ലാപ്പ് ചെയ്യുക ഒരു 20 ടൈംസ്. ഓക്കെ. രണ്ടാമത്തെ പണിഷ്മെന്റ് രണ്ടാമത്തെ പണിഷ്മെന്റ് ഒരു ബൗളില്ലേ, ബൗളിൽ വെള്ളം എടുക്കുക നിറച്ചിട്ട്, ബൗള് കുഴുവൻ പാത്രം, അതില് വെള്ളം എടുക്കുക, ഫേസ് ടിപ്പ് ചെയ്യുക. ഫേസ് മുക്ക ഇങ്ങനെ 10 വട്ടം. ഉത്തരവാദിയായിരിക്കും, ചാവില്ല. വെള്ളത്തിൽ മുങ്ങി നിക്കണ്ട, മുക്ക എണ്ണക്ക. അത് മൂന്നാമത്തത് ഗൂഗിളിൽ ഒന്നും നോക്കാനില്ല. തനിക്ക് അഭിനയിക്കാനൊക്കെ തന്നു കഴിഞ്ഞാൽ താനൊക്കെ കോളാക്കും. പിന്നെ തന്റെ അഭിനയം കണ്ട് ഞാൻ ഇവിടെ ഇരുന്ന് കരയേണ്ടി വരും. മൂന്നാമത്തത് ഡാൻസ്. ഡാൻസ് ഓപ്ഷൻ തരുന്നതിന് മുന്നേ ഒറ്റ കണ്ടീഷൻ, ഞാൻ പഠിപ്പിക്കില്ല, ഞാൻ സ്റ്റെപ്പ് ഇല്ല, ഞാൻ കളിക്കില്ല. ഓക്കെ, എല്ലാ പ്രാവശ്യം ഞാൻ ഇവിടെ ഗെയിം കളിക്കാൻ വരും, താനിരുന്ന് തോക്കും, പണിഷ്മെന്റ് മൊത്തം എടുക്കണം ഞാൻ. ഡാൻസ് പോരാന്ന് പറയുമ്പോ ഇനി കാണിച്ചു തരേണ്ടി വരും. നന്നായിട്ട് കളിക്കണം, നന്നായിട്ട് കുലുക്കി ഇളക്കി കളിക്കണം. ഓക്കെ. ഡാൻസ്, പാട്ട് ഏതാന്നറിയാവോ? പാട്ട് ഏത് വേണം? പാട്ട് ലുങ്കി ഡാൻസ് ഉണ്ട്. എല്ലാം വെറൈറ്റി ആയിക്കോട്ടെ. എല്ലാ ദിവസവും ലുങ്കി ഡാൻസ് ആയിട്ട് കളിക്കും കഴിയാല. വേറെ ഏതെങ്കിലും എടുക്കട്ടെ, ഞാൻ പറയാം. മുട്ടുള്ള പാട്ട് മലയാളം. മുട്ടോ? Siri Motorola Pettu Malayalam.
മൂത്രമില്ല. ഓയ് ശ്രീ മുട്ടുള്ള പാട്ട്. എടോ എടോ അങ്ങനെയല്ലടോ പറയുന്നത്. എന്ത് പാടുന്നാൻ എന്താ കാണിക്കണത്? ഇതോ മുട്ടുള്ള പാട്ടല്ല, പാട്ട് ഞാൻ പറഞ്ഞുതരാം, അതങ്ങ് പറഞ്ഞോ. ട്രെൻഡിങ് സോങ്ങാ വേണ്ടത്. ഏതായാലും ഇല്ല. ട്രെൻഡിങ് സോങ്, ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് സോങ് ഇത് കുടിക്കുക. ഏതാ? ഇത്തന്റെ കുട്ടിന്റെ വീടെന്താ പാടിരിക്കുന്ന പന്തൽ എനിക്ക് പിടിക്കത്തില്ല. ഇത്താന്റെ കുട്ടിക്കൊന്നും വിളിക്കണ്ട. ഓക്കെ, അത് നടക്കില്ല. വേറെ പാട്ട് നോക്ക. വേറെ ഏതാ? വേറെ ഇത് പാടിയല്ലോ. ആജിക്ക് വേണ്ട, ആജിക്ക് വേണ്ട, ആജിക്ക് വേണ്ട, ആജിക്ക് വേണ്ട. ഇതാ തമിഴ്. ഇത് കേറ്റാ തമിഴ് വിജയന്റെ ഇച്ചിപ്പറിക്കണ ഞാൻ പാട്ട് വെച്ചേട്ടെ. അത് നടക്കുക. ഇച്ചിപ്പറിക്കണ ജമനി ജമനി കൊത്തിപ്പറിക്കണ ജമനി ജമനി ഓപ്പോടി. ഇച്ചി പറിക്കുന്നതോ? തമിഴ് സോങ്. ഇച്ചിപ്പറിക്കണ ജമനി ജമനി കൊത്തിപ്പറിക്കണ ജമനി ജമനി ഓപ്പോടി. തമിഴ് സോങ്. നല്ലല്ലേ? പണിഷ്മെന്റ് വേഗം എടുത്ത് കഴിയും. ഇയാളെ കൊണ്ട് പണിഷ്മെന്റ് എടുപ്പിക്കാൻ എന്നാ മെനക്കേടാണ് ഇത്. ജമിനി തോന്നുന്നത്. എടോ ജെമിനി സോങ് നടിക്കടോ.